ജസ്റ്റ് പറിച്ചപ്പോ തന്നെ നല്ലൊരു സ്മെല് കേട്ടോ. വേറെ റൂട്ട് പൗഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലാഭമുള്ള ഒരു കൃഷിയില്ല. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരപ്പണിക്ക് ഇറങ്ങണ പോലെയാണ് കൃഷിപ്പണിക്ക് ഇറങ്ങിയത്. നല്ല ക്വാളിറ്റി പൊടി 1000, 1500, 1600 രൂപയ്ക്കാണ് 1 കിലോ ആളുകൾ വിൽക്കുന്നത്. തുറപ്പന പിടിക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് വേണ്ടിയിട്ട് ഐത്തേൻ്റെ കൂടെ ഇറങ്ങിയേക്കേട്ടോ. കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിസർവേറ്റീവ്സിന്റെ ഒരു ആവശ്യമേ ഇല്ല. അപ്പൊ നമ്മൾ ഒന്നോ രണ്ടോ ആയിട്ട് ഒരിക്കലും കൃഷി ചെയ്യരുത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി, അജിത്തേട്ടനെയും ടർമറിക്കിനെയും ആരോ റൂട്ടിനെയും എല്ലാം ഒറ്റ സിംഗിൾ ഫ്രെയിമിൽ കാണാം. പൊരിഞ്ഞ വെയിലത്താണ് ട്ടാ. എവിടെയാന്ന് ചോദിക്കി. ഇവിടെ പാലക്കാട് ഷൊർണൂർ വന്നിരിക്കുകയാണേ. എന്തിനാന്നാ, വെയിലും മഴയൊന്നും ഒരു പ്രശ്നമല്ലാതെ പണിയെടുത്ത് ഒരു കൃഷിയിടത്തിൽ നിന്ന് ഇപ്പോൾ 3 കൃഷിയിടത്തിൽ എത്തിയിരിക്കുന്ന ഒരു ഗംഭീര കർഷകനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അജിത്തേട്ടൻ എന്നാണ് ആളുടെ പേര്. അജിത്തേട്ടൻ ചെയ്യണത് വളരെ ഡിമാൻഡുള്ള കുറേ ഐറ്റംസ് ആണ് ആൾ കൃഷി ചെയ്യണത്. ലൈക്ക് മഞ്ഞളിൻ്റെ കുറേ വെറൈറ്റീസ്, കസ്തൂരി മഞ്ഞൾ, കരിമഞ്ഞൾ, ഇതൊക്കെ മാർക്കറ്റിൽ അത്രയും ഡിമാൻഡുള്ള സാധനങ്ങളാണ്. അതുകൂടാതെ കൂവ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ മതി, അജിത്തേട്ടനെയും ടർമറിക്കിനെയും ആരോ റൂട്ടിനെയും എല്ലാം ഒറ്റ സിംഗിൾ ഫ്രെയിമിൽ കാണാം. അപ്പോ ഈ പറഞ്ഞ ഡിമാൻഡുള്ള കൂവ അല്ലെങ്കിൽ മഞ്ഞൾ കൃഷി ഇതൊക്കെ ആള് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആളുടെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ കൃഷി ചെയ്തു തുടങ്ങണം എന്ന് മാത്രമല്ല, ഒരുപാട് പേര് ഇതിനെ അനുബന്ധമായിട്ടുള്ള മറ്റ് വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്തു തുടങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ അത്രയും താല്പര്യത്തോടുകൂടെ വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ആളുടെ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ആളുടെ കൃഷിയുടെ മനോഹരമായിട്ടുള്ള കൃഷിയിടമാണ്, ഷൊർണൂർ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പറഞ്ഞ ടർമറിക് കൃഷിയെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാമെങ്കിൽ അത് നിങ്ങൾ പങ്കുവയ്ക്കുക കമൻ്റായിട്ട്. നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിന്റെ വെറൈറ്റി സാധനങ്ങളാണല്ലോ ഇവിടെ. ആരോ റൂട്ട്, ടർമറിക്, ഇതൊക്കെയാണ് നമ്മൾ പിടിച്ചേക്കണത്. എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വരാനുള്ള കാര്യം? നമ്മൾക്ക് അങ്ങനെ വീട്ടിൽ കുട്ടിക്കാലം മുതലേ കൃഷിയുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ മെയിൻ ആയിട്ട് ഇങ്ങനെ കൂവ, അങ്ങനെ ഒരു 10-20 വർഷത്തോളമായിട്ട് കൂവ, കസ്തൂരി മഞ്ഞൾ, അതുപോലെ ഗജേന്ദ്ര ചേന, അങ്ങനെ ഒരുപാട് തരം നമ്മൾ മാർക്കറ്റിൽ ഇത് ധാരാളം ആവശ്യക്കാരുടെ കൃഷികളാണ് ചെയ്യുന്നത്. ചേട്ടാ, അതെ, കൃഷി മൊത്തത്തിൽ നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന കാലമാണല്ലോ. എന്താ ചേട്ടന് പറയാനുള്ളത്? അത് തെരഞ്ഞെടുക്കുന്ന ക്രോപ്പിന്റെ കൃഷി നഷ്ടമാണ് പറഞ്ഞ ആളുകൾ കൂടുതൽ കൃഷി കമ്മിയാക്കി വരികയാണ്. പക്ഷെ നമ്മൾ കൃഷി കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്തു വരികയാണ്. അതായത് ഇങ്ങനെ വ്യത്യസ്തമുള്ള സാധനങ്ങൾ തന്നെ. ഇപ്പൊ കൂവന്നെ ഇവിടെ ഉണ്ടോ, ഇത് ഈ ഏരിയ അല്ലാണ്ട് വേറെ ഉണ്ട്, വേറെ 2 സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഒന്നോ രണ്ടോ ആയിട്ട് ഒരിക്കലും കൃഷി ചെയ്യരുത്. കൃഷി ചെയ്യുമ്പോൾ പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 തരമെങ്കിലും കൃഷി ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കപ്പുണ്ട്. 10 ടൺ ഇവിടെ കപ്പ പറിക്കാൻ ടൈം ലേറ്റായി നിൽക്കുകയാണ്. അങ്ങനെ മരഹി വരൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ അതേപോലെ ചേനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഗജേന്ദ്ര ചേനയാണ്. അപ്പോൾ ചേനയ്ക്ക് നേരത്തെ വില കുറവായിരുന്നു, ഇപ്പോൾ ചേനയ്ക്ക് വില കൂടി വരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ കൊല്ലത്തൊക്കെ ചേനയ്ക്ക് നല്ല വിലയാണ്, ആ വിലയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കപ്പ മാത്രമേ കൃഷി ചെയ്തിറക്കുന്ന വെച്ചാൽ പെട്ടുപോയേനെ. അതുപോലെ ചേന അണിച്ചാലും പെട്ടുപോയേനെ. അതുപോലെ നേന്ത്രക്കായ അണിച്ചാൽ ഇവിടെ ഒരു 2 മാസം മുന്നേ 4 കിലോ 100 രൂപയ്ക്ക് വിറ്റിരുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ഒരു 1, 2, 3 ആയിട്ട് ഇതേപോലെ ചെയ്തു. അത് വിലയില്ലാത്ത സാധനമാണെങ്കിലാണ് നമ്മൾ കൃഷി അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ആവശ്യം വരികയാണ്. ഈ സാധനം ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ തന്നെ ഈ കൊല്ലം ഇങ്ങനെ കൂവൊക്കെ വളരെ കമ്മിയാണ്, കാരണം നല്ല വില ഉണ്ട്. അതുപോലെ നമ്മൾ ചെറുകിഴങ്ങ് കൊണ്ടൊരു കിഴങ്ങുണ്ട്, തൊപ്പക്കിഴങ്ങ്. ആ സാധനം കടയിൽ കാണാൻ തന്നെ അല്ല. അതൊക്കെ നമ്മൾ പറിച്ചു കൊടുക്കണേ എങ്ങനെ പോയാലും 1 കിലോന് 60 രൂപ 70 രൂപ ഇപ്പൊ ഈ കൊല്ലം കിട്ടും. അതേപോലെ അപ്പൊ നമുക്ക് എന്തെങ്കിലും അതുപോലെ ചേന ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന കസ്തൂരി മഞ്ഞളുണ്ട്, കരിമഞ്ഞളുണ്ട്, പ്രതിഭ മഞ്ഞളുണ്ട്. അതൊക്കെ നമുക്ക് നാടൻ മഞ്ഞളാണെങ്കിൽ കുറച്ച് ആവശ്യക്കാർ കമ്മിയാണ്. പ്രതിഭ മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ആവശ്യക്കാരുണ്ട്. ഇതായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ കൂവയുടെ എത്രത്തോളം വെറൈറ്റീസ് ഉണ്ട്? കൂവയുടെ ശരിക്കും പറഞ്ഞാൽ 2 സൈസ് കൂവേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഈ വെള്ളക്കൂവയാണ് കൃഷി ചെയ്യണത്. അതാണ് നമുക്ക് ഇനി മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ഏത് റോഡ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാലും കണ്ട ആളുകൾ വാങ്ങും. വെള്ളക്കൂവയാണ് നമ്മുടെ മറ്റേത് പറഞ്ഞ മഞ്ഞളിന്റെ എന്തെങ്കിലും സൈസാണ് വരുന്നത്. അതിന് മാർക്കറ്റ് കുറവാണ്. അപ്പൊ ശരിക്കും ഈ കൂവ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഈൽഡ് എടുക്കാൻ പറ്റും? ശരിക്കും നമ്മളൊരു 8 മാസം കൊണ്ട് പറിക്കാം.
8 മാസം കൊണ്ട് 8 പറിക്കാൻ മാസം കൊണ്ട് പറ്റുമല്ലേ? പറിക്കാം. 7 മാസത്തിലും പറിക്കാം. നമുക്ക് ഒരു 8 മാസം ആകുമ്പോൾ ഒന്നും കൂടി മൂപ്പായി കഴിഞ്ഞ് തണ്ടൊക്കെ പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് പൊടിയും കാര്യങ്ങളും കൂടുതൽ കിട്ടും. കൂവയുടെ ഏറ്റവും ബെസ്റ്റ് കൾട്ടിവേഷന്റെ കൂവ ടൈം ഏതാണ്? പൂവൊക്കെ നമ്മൾ നനയ്ക്കാൻ ഇപ്പൊ നമ്മൾ കർണാടക സ്റ്റേറ്റ് പോലുള്ള സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫെബ്രുവരിയിൽ തന്നെ നടാൻ തുടങ്ങാം. അവിടെ വെച്ചാൽ നമ്മൾ മഴയെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയല്ലല്ലോ. അതായത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു ഏപ്രിൽ മാസം മുതൽ നടാം. പിന്നെ വിത്താണിച്ചാൽ ഒരു മാർച്ചിലും നടാം. അല്ല തെയ്യൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴാണ് നടുക. ഇത് പിന്നെ നമ്മൾ എന്നത്തേക്ക് പറിക്കിയത്? ഇത് ഞങ്ങൾ എന്തായാലും ഒരു മാസം ഒന്നും കൂടി തണ്ട് പഴുക്കണം. തണ്ട് പഴുക്കുമ്പോഴാണ് നമുക്ക് പിന്നെ കൂടുതൽ പൊടി കിട്ടുക. തണ്ട് പഴുക്കുമ്പോഴാണ്. ഈ സമയത്ത് പൊടി കുറവായിരിക്കും. കാറ്റടിക്കാൻ തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ തണ്ട് പഴുത്ത് മറിയണ സമയത്താണ്. പറിക്കാനൊന്നും പിന്നെ ബുദ്ധിമുട്ടില്ല. നമുക്ക് വെള്ളം നനച്ച് പറിക്കാം. അതായത് നാളെ പറിക്കുകയാണ് ചെന്ന് ഞങ്ങൾ വെള്ളം അടിക്കും. അത് നാളേക്ക് അങ്ങനെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും. പറിച്ചെടുക്കാം. ഇത് 100 വർഗ്ഗങ്ങളൊക്കെ നമ്മൾ നല്ല നിലം വരിഞ്ഞ് തണ്ട് പഴുത്തതിന് ശേഷം പറിച്ചിട്ടേ അതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. മഞ്ഞളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതാണ് ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവ അല്ലേ? ഇതാണ് കൂവ, വെള്ളക്കൂവ എന്നൊക്കെ പറയില്ലേ. ഇതൊക്കെ ഒരു മൂട് എന്തോരം കിട്ടാറുണ്ട് ചേട്ടാ? ഇത് 1 കിലോ 2 കിലോ തന്നെ കിട്ടാറുണ്ട്. 2 കിലോ. ഇതൊക്കെ ഒന്നുകൂടി ചുളുവ് നൂരാണ്ടേ, ഒന്നുകൂടി വണ്ണം വയ്ക്കാനുണ്ട്. അതാണ് ഇത് ഒന്നുകൂടി തണ്ട് പഴുക്കണം. അപ്പൊ ഇതിന് ഇനിയും നനവെല്ലാം ഉണ്ട്. ഇതിന് ശരിക്കും ഇനി നല്ല വെയിലും കാറ്റും അടിക്കുമ്പോഴാണ് ഈ 100 എന്ന് പറയുമ്പോഴാണ് കിഴങ്ങ് ചേർക്കുക. ഓക്കെ. ഈ കിഴങ്ങ് വലുതാവാൻ വേണ്ടിട്ടേ ഇത്രയും കൂടി ബൾക്കാവാൻ വേണ്ടിട്ട് കൂടി നല്ല തണവുള്ള കാലാവസ്ഥ ഹെൽപ്പ് ചെയ്യും അല്ലെ? തണുവല്ല, ശരിക്കും മണ്ണിളക്കം ആണ് വേണ്ടത് മെയിനായിട്ട്. മണ്ണ് ഇത് അടിയിലേക്കല്ലേ പോവാ കിഴങ്ങ്. മണ്ണിളക്കം എന്ന് പറഞ്ഞാൽ മണ്ണ് നല്ല കൃഷി ചെയ്യുന്ന സ്ഥലം ഇളക്കം നല്ല മണ്ണിന് നല്ല ലൂസായിരിക്കണം. ലൂസ് മണ്ണായിരിക്കണം അല്ലെ? ലൂസ് ആക്കണല്ലോ നമ്മൾ നടുമ്പോഴൊക്കെ. ഓ ശരി ശരി. ഈ കൂവ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഈ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ കേരളത്തേക്ക് പണ്ട് ഇത് വന്നിരുന്നില്ലേ, ആ സമയത്ത് അങ്ങനെ അവര് കൊണ്ടുവന്ന് പെട്ടതാണ് ഇവിടെ. നമ്മളിത് പറിച്ചു കഴിഞ്ഞ് ഇത് ഉണക്കുകയാണോ ചെയ്യാ? അങ്ങനെ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞുണക്കുന്നുണ്ട് ചില ആളുകൾ. അരിഞ്ഞുണക്കിയിട്ട് പൊടിച്ച് ഉപയോഗിക്കുക. പക്ഷെ അതിലേക്കും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം എന്താ കിഴങ്ങുകൾ നേരെ കഴുകി അതിന്റെ പോളകളൊക്കെ നീക്കം ചെയ്ത് അരച്ചിട്ട് എടുക്കുക ചെയ്യുക. അല്ല, ഇത് അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അരച്ചിട്ട് നമ്മളത് അങ്ങനെ അരിച്ചെടുക്കണം. ഓക്കെ. എന്നിട്ട് വെള്ളം വെച്ച് ചോദിക്കണേ, ഇപ്പൊ അയിത്തേണ്ട ഇവിടെ ഇത് പൊടിച്ച് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പൊടിയായിട്ടാണോ നമ്മൾ? പൊടിയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്. കിഴങ്ങായിട്ടും കൊടുക്കുന്നുണ്ട്. കിഴങ്ങ് കണ്ടമാനം ടൺ കണക്കിന് കൊടുക്കാറുണ്ട്. അപ്പൊ കിഴങ്ങായിട്ടും നമ്മൾ വിൽക്കുന്നുണ്ട്, അതേസമയം പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. പിന്നെ ഈ കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവയും കസ്തൂരി മഞ്ഞളായാലും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യമേ ഇല്ല. വളരെ സിമ്പിളുമാണ്. ഇത് വ്യാപകമായിട്ട് ഇല്ലാത്തത് കാരണം നല്ല സാധ്യതയുണ്ട്, നല്ല ആവശ്യമാണ്. വേറെ റൂട്ട് പൗഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ സൈസ് കൂവി ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യത അറിയാഞ്ഞിട്ടാണ്. കാരണം ഇത്രയേറെ ശരിക്കും ലാഭമുള്ള ഒരു കൃഷിയില്ല. ഓൺലൈനിൽ ആർക്കും വേണമെങ്കിൽ നോക്കാം. നല്ല ക്വാളിറ്റി പൊടി 1000, 1500, 1600 രൂപയ്ക്കാണ് 1 കിലോ ആളുകൾ വിൽക്കുന്നത്. നമ്മളൊരു ഓർലിക്സോ ബൂസ്റ്റോ വിറ്റാൽ തന്നെ 1 കിലോ വിറ്റാൽ തന്നെ ആ റേറ്റ് കിട്ടില്ല. ഈ കൂവയ്ക്ക് എലിശല്യൊക്കെ ഉണ്ടാവും. തൊരപ്പൻ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പരിധി വരെ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ മഞ്ഞളൊക്കെ വെച്ചിരിക്കുകയാണ്. ഈ മഞ്ഞള് ഇതിനെ ഒഴിവാക്കാൻ സഹായിക്കും. മഞ്ഞള് പറഞ്ഞാൽ അവരിങ്ങനെ മാന്തി വരുമ്പോ അതിന്റെ ചോട്ടിൽ മഞ്ഞളാവുമ്പോ അങ്ങനെ തിരിഞ്ഞ് ഇതാവുമല്ലോ. മഞ്ഞൾ ഇങ്ങനെ ലൈനായിട്ടും വെച്ചിട്ടുണ്ട്. മഞ്ഞള് കടിക്കില്ല അവര്. മഞ്ഞൾ കടിക്കില്ല. കൂവ അങ്ങനെ. അതുപോലെ വന്യമൃഗങ്ങളുടെ സ്ഥലത്താണെങ്കിൽ പന്നി അത് പറക്കേണ്ട സമയമാകുമ്പോൾ വരാൻ സാധ്യത ഉണ്ട്. പന്നി ഒന്ന് ആക്രമിക്കുന്ന സാധനമാണ് ഈ കൂവ. അപ്പൊ നമ്മൾ ഇതിന് വേറെന്താ നമ്മൾ ചെയ്യുക? വേറെ എന്തെങ്കിലും ചെയ്യോ? തുരപ്പനെ ഞങ്ങൾ ഇങ്ങനെ പുകയ്ക്കുക ചെയ്യുക. വൈക്കോലിട്ട് പുകടിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു പരിധി വരെ ഒഴിവാകും. തുരപ്പന ഒടിക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് വേണ്ടിയിട്ട് അയിത്തേണ്ട കൂടെ ഇറങ്ങിയേക്കട്ടോ. എന്താണ് ടാസ്ക് നമുക്ക് നോക്കാം. ഒരു പാത്രം എടുക്കുക. അത് നമ്മൾ മൺകാലത്തിന്റെ ആണെങ്കിൽ ഉഷാറായി പറയുക. കൈ വല്ലാണ്ട് കൈമിലേക്ക് ചൂടടിക്കില്ല. ഇതിവിടെ അങ്ങനെ ഡാമേജ് ആയിട്ട് ഇരുന്ന ഒരു അലുമിനിയം പാത്രമാണ്. നല്ല പാത്രമല്ല, ഇതിങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരുന്ന അലുമിനിയം പാത്രമാണ്. ഇതിന് നമ്മൾ ഈ സൈഡിൽ ഒരു തോള ഇടുക. ശരി. സൈഡില് അത് മണ്ണിന്റെ പാത്രമാണെങ്കിൽ നമുക്ക് ഇത് എടുത്ത് അങ്ങോട്ടും വെക്കുമ്പോൾ കൈ ചൂടില്ല. ഇത് പിന്നെ നമ്മൾ അത് ഇവിടെ ഉള്ളൊരു സാധനം അത് മേടിക്കണ്ട വിചാരിച്ചിട്ട് എന്നിട്ട് ഇതിൽ വൈക്കോല് നിറച്ചിട്ട് കത്തിച്ചിട്ട് നമ്മൾ ഇത് കൂടെ ഊതുക ചെയ്യാം മടഭാഗത്ത് വെച്ചിട്ട്. അത് തുരപ്പനൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് പോവും. പിന്നെ വേറൊരു രീതിയുണ്ട്. പിന്നെ അത് വെള്ളം മടയിലേക്ക് അടിച്ചു വിട്ടാലും അവരങ്ങനെ പുറത്ത് ചാടും. ഈ വെയിലത്തൊക്കെ പണിയാറുണ്ടോ? ഈ വെയിലത്ത് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമല്ല. ഇതിപ്പോ നമ്മള് മറ്റേ പൊയ്ക്കാൻ പോവല്ലേ? മടയുണ്ട് അതില്. മട എന്ന് പറഞ്ഞ പോതല്ലേ? പൊത്ത്. ഇവിടെ ഒരു ഇതുണ്ട്. എന്ത് ചെയ്യണപ്പോ? അല്ല, ഇവിടെ ഒരു മട ഉണ്ട് അറിയാം.
നമ്മളിനി അത് കത്തിക്കണല്ലേ വൈക്കോല്. ഇത്ര കത്തിയാ മതിയാ? മണ്ണ് വെട്ടി സൈഡിലിടാ. അതിങ്ങനെ പുക വല്ലാണ്ട് പുറത്തേക്ക് കൊണ്ട. പുക പുറത്തേക്ക് കളയാണ്ടിരിക്കാനല്ലേ, പോവാണ്ടിരിക്കാൻ. അപ്പൊ എവിടെയെങ്കിലും മടം വെച്ച് നമ്മൾ നോക്കി നിൽക്കണം. അപ്പൊ അവര് ചിലപ്പോ അത് കൂടെ പോവും. അല്ല അങ്ങോട്ട് പോകാൻ പഴുതില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ പുകയില്ല. അങ്ങനെ കടത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണ്ടേ, പുക പോകണുണ്ട്. ഇത് നേരെ ഒന്നുകൂടി കവർ ചെയ്യണം നമ്മള്. പിന്നെ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ മണ്ണ് അങ്ങോട്ട് കോരിയിടും വേണം. നേരത്തേക്ക് കാണിച്ചാല്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തുറന്ന് കിടക്കും. അപ്പൊ നമ്മള് ശരിക്കും പുറത്തൊന്ന് നോക്കി നിക്കണം ഒരാളും കൂടി. ഫോണെന്തെങ്കിലും അടിക്കാൻ പറ്റിച്ചാലേ. അങ്ങനെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ കംപ്ലീറ്റ് പോവും പോകാം. ഇങ്ങനെ നമ്മൾ ഉള്ളോടൊക്കെ ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ഒരു കുറെ ഞങ്ങൾ തുരപ്പനെ ഒഴിവാക്കണതേ. കൂവയുടെ മാതിരി മഞ്ഞൾ കൃഷിയിൽ തുരപ്പൻ പ്രശ്നമില്ല. മഞ്ഞളില് തുരപ്പൻ പ്രശ്നമല്ല. ഓക്കെ ഓക്കെ. മഞ്ഞള് തുരപ്പൻ അതേപോലെ കാട്ടും വന്യമൃഗങ്ങളൊന്നുമേ പ്രശ്നം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഈ ക്രോപ്പിലേക്ക് വരുമ്പോ പുതിയതായിട്ട് വരുന്നവരുടെ അടുത്ത് എന്താ ഇത്തേട്ടന് പറയാനുള്ളത്? പുതുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഇതേപോലെ കൂവ വെക്കുക. നമ്മളത് ആർക്കും വേണമെങ്കിൽ പ്രൊഡക്റ്റ് ആക്കാൻ പറ്റും പറയാം. അപ്പൊ നമ്മളൊരു മിക്സിയോ ഇനി കുറച്ച് കൂടുതലാക്കുകയാണെങ്കിൽ നമ്മൾ മോട്ടറിലെ വലിയ മിക്സി മേടിച്ചാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമുക്കിത് ഇഷ്ടംപോലെ മെഷീനറി സാധനങ്ങളുണ്ട് സ്റ്റീലിന്റെ. പണ്ടത്തെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊന്നും മുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പൊടിയാക്കുക. എന്നിട്ട് നമ്മൾ കടകളിലും കൊടുക്കുക, പൊടിയാക്കുക. പിന്നെ ഇപ്പൊ ധാരാളം എടുക്കണ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇത്തേട്ടൻ ഏക്കർ കണക്കിന് കൃഷിയാണ് ചെയ്തേക്കുന്നത്. എത്ര ചെറിയ സ്ഥലത്തിൽ ചെയ്യാൻ പറ്റും? എത്ര ചെറിയ സ്ഥലത്തും ചെയ്യാം. 1 സെന്റ് ആണെങ്കിലും 5 സെന്റ് ആണെങ്കിലും 10 സെന്റ് ആണെങ്കിലും ഇനി ഗ്രോ ബാഗിലും ചെയ്യാം. ഗ്രോ ബാഗിലും ചെയ്യാൻ പറ്റും. ഗ്രോ ബാഗിലും ചെയ്യാം. ഗ്രോ ബാഗിലോ ചാക്കിലൊക്കെ ചെയ്യാൻ പറ്റും. പൂവയൊക്കെ എങ്ങനെയാ നമ്മൾ വിറ്റഴിക്കണേ? ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണോ? മാർക്കറ്റിംഗ് ബുദ്ധിമുട്ടാണോ? ഇല്ലല്ല, വിപണനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. ഇല്ല. നമ്മള് കൂടുതൽ പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ടുള്ള കാരണം ഞങ്ങൾക്ക് കുറെ കസ്റ്റമേഴ്സ് ആളുണ്ട്. ചെറിയ തോതിലല്ല, അത് നമ്മൾ 1000 കിലോ 2000 കിലോ 3000 കിലോ അങ്ങനെ. കഴിഞ്ഞ വർഷം ഒന്നും ഈ സാധനം തികഞ്ഞില്ല. ഈ വർഷം അത്രയും തികഞ്ഞില്ല. കാരണം ഇത് നമ്മളെ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് ഭയങ്കര ചൂട് കൂടി വരുമ്പോഴേ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് നല്ല മാർക്കറ്റ് ഉള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മെച്ചാണ്. ഇപ്പൊ നമ്മളെ ഈ കൃഷിയുടെ വിളയിൽ നിന്നിട്ടാണ് പറയുന്നത്. കാരണം നമ്മളത് ഇല്ലാത്തത് പറയില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, കപ്പ 20 രൂപയ്ക്കും കൂടി ആളുകൾക്ക് വേണ്ട അങ്ങനത്തെ സാധനമുണ്ട്. അപ്പൊ അത് ഇങ്ങനെ പല സാധനമായത് കാരണം കൃഷി എന്താണെങ്കിലും നമ്മൾ മെയിനായിട്ട് ഈ നല്ല നമ്മൾ കൃഷി ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആക്കുന്ന സാധനങ്ങൾക്ക് ആവശ്യക്കാർ ധാരാളം ഉണ്ടായിട്ട് നമ്മൾ ഇതൊരു 50,000 1 ലക്ഷം കിലോ പൊടിയാക്കണം എന്നല്ല പറയുന്നത്. നമുക്കൊരു കൂലിയും കാര്യങ്ങളും തട്ടിയും മുട്ടി നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ട് അങ്ങനെ കയറി വരാം. ഈ കോവിഡിന് ശേഷം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരപ്പണിക്ക് ഇറങ്ങണ പോലെയാണ് കൃഷിപ്പണിക്ക് ഇറങ്ങിയ. നമ്മള് ഉദ്ദേശിക്കുന്ന പൈസ കൊണ്ട് തികയില്ല. നമ്മൾ വീട് പണിക്ക് ഇറങ്ങണ പോലത്തെ എന്തുകൊണ്ടായി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച് പണ്ടത്തേക്കായി ഒരുപാട് ചെലവും കാര്യങ്ങളും കൂടി വരിക. നിങ്ങൾ വേറെ ഏതൊരു കൃഷിക്കാരോട് കുറച്ച് കൂടുതൽ സ്ഥലത്ത് കൃഷിക്കാരോട് ചോദിച്ചാൽ അറിയാം, പെരപ്പണിക്ക് ഇറങ്ങണ പോലെ അല്ലേ ഇപ്പൊ കൃഷിപ്പണി. നമ്മൾ കണക്കൂട്ടി കൊടുത്തും നമ്മൾ ഉദ്ദേശിച്ച പൈസ കൊണ്ട് നിൽക്കില്ല. ചേട്ടാ ഇതിന്റെ വളയിടയിലൊക്കെ എങ്ങനെയാ? ഇത് നമ്മള് നാടൻ വളം മതി. കോഴിവളം ഇടാം. അതിന് മഴക്കാലത്താണ് ഇടാൻ പറ്റുള്ളൂ മാത്രം. കോഴിവളം, ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം അങ്ങനെയുള്ള നാടൻ വളം മതി. പിന്നെ ഇതിനൊക്കെ കാര്യമായിട്ട് രോഗബാധകളൊന്നും വരാറില്ല. ജൈവമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനൊന്നും ഓവർ വളം വേണ്ട. ഇതൊക്കെ നമ്മൾ പറഞ്ഞ മണ്ണിലുള്ള വളത്തിന് വലിച്ചെടുക്കുന്ന സാധനമാണ് ഈ ചെടി. പക്ഷെ നമുക്കത് പുല്ലും കളിയും കെട്ടരുത്. മണ്ണൊരു അഴവ് വേണം. നമ്മളൊരു ഏരിയ വാരൊക്കെ മടി നട്ടാൽ എല്ലാം കിഴങ്ങ് അടിയിലേക്ക് പോവുക ചെയ്യുക. ഒരു വരി ഒന്ന് മണ്ണിടുമ്പോൾ ഒരു ലക്ഷം വളം ഇടുക, അത്രേ വേണ്ടുള്ളൂ. ഇനി മണ്ണിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ മണ്ണിട്ടില്ല ഇവിടേക്ക് എത്തിയിട്ടില്ല. ഈ ചെടി ഉണ്ടോ, മണ്ണിടൽ എത്തിയിട്ടില്ല ഈ സ്ഥലത്തേക്ക്. അപ്പൊ അത്രേ പണി വരുന്നുള്ളൂ. പിന്നെ കേടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് മഞ്ഞളിലേക്ക് വരാല്ലേ? എന്ത് മഞ്ഞളാ ഇത്? പ്രതിഭ മഞ്ഞള്. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത്, നമ്മള് മഞ്ഞൾ പൊടി വെള്ളം കലക്കി കുടിക്കാനൊക്കെ എടുക്കുന്ന പ്രതിഭ മഞ്ഞൾ. കുർക്കുമിൻ കണ്ടന്റും ഓയിൽ കണ്ടന്റും ഒക്കെ കൂടുതലാണ്. ഭയങ്കര കളറുമാണ് ഈ മഞ്ഞളിന്. ഇതിപ്പോ പറിക്കാറായിട്ടുണ്ട്. ഈ പറഞ്ഞ 2 മാസം കൂടി എടുക്കുമല്ലോ? 2 മാസം കൂടി എടുക്കും. നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു ചെടി പറിക്കാം. ശരി. ജസ്റ്റ് പറിച്ചപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇത് മൂപ്പായി വരുന്നേ ഉള്ളൂ. ഇത് ശരിക്കും ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. നല്ല വളവുണ്ടാവും. ഇത് നമ്മൾ ഇത്തിരി നേരത്തെ ഇതിനു വേണ്ടി കാണിക്കാൻ വേണ്ടിട്ട് പറിച്ചതാ. കാണിക്കാൻ വേണ്ടിട്ട്.
ഇതാണ് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യണ main സാധനം. പ്രതിഭ മഞ്ഞൾ അല്ലേ? പ്രതിരോധത്തിനൊക്കെ വേണ്ടിട്ട് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നട്ടേക്കണ പ്രതിഭയാണ്. അപ്പൊ അതേ പുതിയതായിട്ട് വന്ന ഒരു നോട്ട് ദ പോയിന്റ് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ പറയണത് ഇതിലോട്ട് വരണം കൂടുതൽ പേരെന്നുള്ളത്. അടിപൊളി ഹെവി അടിപൊളി സ്മെല്ല കേട്ടോ. ഒന്നുകൂടി ഫുള്ള് മൂപ്പാവും. നല്ല വളവും ഉണ്ട്. ഇത് നല്ലൊരു ഓറഞ്ച് കളർ നല്ല അങ്ങനത്തെ കളറായി വരിക. ഇതിലേക്ക് ഒന്നുകൂടി ഉണ്ടാവും ജലാംശം, നല്ല ഓയിൽ കണ്ടന്റ് കുറയ്ക്കുമ്പോൾ. ഇത് ശരിക്കും നമ്മൾ സാധാ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ എന്തൊരു നുള്ളിട്ടാൽ മതി. അതാ മാറ്റം. ഇതൊന്നും നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ആളുകൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 ഗ്രോ ബാഗിൽ വെച്ചാൽ തന്നെ ഒരു വളങ്ങളോ കെമിക്കലോ ഒന്നും കേടോ കാര്യങ്ങളോ ഒന്നും. മഞ്ഞളുടെ ആവശ്യം കൂടിയെന്നാണ് ചേട്ടൻ പറയുന്നത്. എടാ നോക്കിയടാ, സൂപ്പർ സാധനല്ലേ? മണത്ത് നോക്കിയ എങ്ങനെയുണ്ട് സാധനം? നല്ല മണം. ഇത് ശരിക്കും നമ്മൾ ഇത് പറക്കേണ്ട ടൈമിൽ പറക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഇതൊരു ഒരു 2.5-3 കിലോ വരും. 3 കിലോളം കിട്ടുമല്ലോ. ടൈറ്റ് മണ്ണാണ്. അവിടെ ലൂസിലൊക്കെ 3 കിലോ 4 കിലോ ആണെങ്കിൽ താഴത്തൊക്കെ നല്ല വളം 4 കിലോ വരെയൊക്കെ കിട്ടാറുണ്ട് ഞങ്ങൾക്ക്. പ്രതിഭ മഞ്ഞളാണ്. അതെ. ഈ കരിമഞ്ഞൾ പറഞ്ഞു, പ്രതിഭ പറഞ്ഞു, കസ്തൂരി മഞ്ഞൾ പറഞ്ഞു. നമുക്ക് ഏറ്റവും വില കൂടുതൽ കിട്ടണ ഏതിനാ? വില കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ഈ കസ്തൂരി മഞ്ഞളിനാണ് പ്രൊഡക്റ്റ്. അത് തന്നെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഓക്കെ, അതായത് ഈ പറഞ്ഞ മാതിരി കോസ്മെറ്റിക് റിലേറ്റഡ് പ്രോഡക്ട്സ് ആവുമ്പോഴാണ് കൂടുതൽ വില കിട്ടുന്നത് അല്ലേ? അതെ, കരിമഞ്ഞളിന് വില കൂടുതലുണ്ട്. പക്ഷെ നമ്മളിവിടെ ഇല്ലാന്നേ ഉള്ളൂ. പുറത്തൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ നല്ല വില ഉണ്ട്. അതുപോലെ കസ്തൂരി മഞ്ഞളാണെങ്കിലും നമ്മളത് പ്രൊഡക്റ്റ് ആക്കിയിട്ടൊക്കെ ഓൺലൈനിലൂടെ ബ്രാൻഡഡ് ഒക്കെ ആക്കിയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ട് കാര്യമല്ലോ. പുതിയതായിട്ട് മഞ്ഞൾ കൃഷിയിലേക്ക് വരുന്ന ഒരാളുടെ അടുത്ത് ഏത് മഞ്ഞൾ യൂസ് ചെയ്യാൻ പറയും? അപ്പൊ കൃഷി മഞ്ഞൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഭ മഞ്ഞളാണ് കുറച്ച്, കാരണം ഏറ്റവും ഡിമാൻഡ് ഉള്ള സാധനം അതാണ്. കറിക്ക് ഉപയോഗിക്കാനുള്ള മഞ്ഞൾ വെച്ചിട്ട് ഡിമാൻഡ് ഉള്ള. ഒരിക്കലും ഒരു വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പോണില്ല. കാര്യമായിട്ട് ബുദ്ധിമുട്ട് വരാറില്ല. നമുക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇതിന് കാര്യമായിട്ട് നമ്മളൊരു പുതുമഴയൊക്കെ പെയ്തതിന് ശേഷമാണ് നടുക. ഒരു ഏപ്രിലൊക്കെ മുതൽ നടാൻ തുടങ്ങുക. പിന്നെ നമ്മളിങ്ങനെ തടം പിടിച്ചിട്ട് അല്ലെങ്കിൽ വാരം മാടിയിട്ട് ആണ് മഞ്ഞൾ നടുക. പിന്നെ നടുന്ന സമയത്ത് ഇതേപോലെ ഓരോ വിത്ത് ഇടുക. അതേപോലെ ലേശം ചാണകപ്പൊടി എന്തെങ്കിലും ഇടുക. അത് പൊതട്ട് കഴിഞ്ഞാൽ കിള വരല് കമ്മിയാവും. ശരി, പൊതയിടാന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ മുകളിൽ ചപ്പ് ചവറുകൾ ഇടണം. വൈക്കോലൊക്കെ വാങ്ങിയിട്ടാലും കുഴപ്പമില്ല. നമ്മളിവിടെ എന്ത് ചെയ്യാറ്? വൈക്കോല് വാങ്ങിയിട്ടിടല. എല്ലാ സ്ഥലത്തേക്കൊന്നും ഇവിടെ എത്തില്ല. ഞെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ കിള വരുമ്പോ നമ്മൾ വേഗത്തിൽ പറിച്ചെടുക്കണം എന്ന് മാത്രം. അപ്പൊ അടുത്ത ടാസ്ക് എന്തൊക്കെയാണ്? എന്താന്നല്ലേ, നമ്മള് നിധി എടുക്കാൻ പോവാണ് അല്ലേ? അല്ല ഏട്ടാ, എന്തൊരു സാധനം? ചേനയാണ്, ഗജേന്ദ്ര ചേന. എന്താ വെറൈറ്റിയുടെ പ്രത്യേകത? ഇത് പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് പറിക്കാറാവുന്നുണ്ട്. ഒരു 4 മാസം കൊണ്ടൊക്കെ ശരിക്കും ചേന പറിക്കാം. ഇതിനിപ്പോ തണ്ടൊക്കെ തണ്ട് പോയി, പെട്ടെന്ന് ഇത് നമുക്ക് ശരിക്കും നമ്മള് ഓണത്തിന് തന്നെ പറിക്കായിരുന്നു. അപ്പൊ തണ്ടൊക്കെ പഴുത്ത് ഉണങ്ങിയപ്പോ എന്താ അറിയോ, ഇങ്ങനെ പിന്നെ മഞ്ഞിന് പുറത്ത് കിള വരാൻ തുടങ്ങി. കിള വരാൻ തുടങ്ങിയപ്പോ ആ കിളൊക്കെ പാടെ ചെത്തി കൂട്ടി കൊടുത്ത് അതപ്പൊ ഒരു കൂന പോലെ ആയിരുന്നു. അതിന്റെ വളർച്ചയൊക്കെ കഴിഞ്ഞ് മയങ്ങിയപ്പോ പിന്നെ എന്താ പറയുക, നമ്മള് കിള വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മള് പറിക്കാൻ നിൽക്കണം. പറിക്കാൻ നിൽക്കാൻ അതിന് പണിക്കൂലി വേറെ ആവും. അപ്പൊ അത് ചെത്തി കൂട്ടിയിരിക്കുക. അപ്പൊ നമുക്ക് അടയാളം കാണും ചെയ്യും പറിക്കാനേ. അതാണ്ട് അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ ചെത്തി കൂട്ടിയിട്ട് വീണ്ടും വന്ന പുല്ല്. ഒന്ന് നോക്കിയേക്കാം. ഇത് എന്തോരം വെയിറ്റ് വെക്കും ചേട്ടാ? ഇത് നമ്മൾക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെറിയ ചെറിയ നടന്നതാ വെക്കേ. ഇത് ഞങ്ങൾക്ക് 6-7 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. 7 കിലോളൊക്കെ. പിന്നെ ഇത് അത്ര ഉണ്ടാവില്ല. ഇത് ചെറുതാണ്. ചെറിയ ചെറിയ നമ്മൾ കടയിലേക്ക് ആവുമ്പോഴേ വലിയ ചേനയാകുമ്പോ ആളുകൾ ഇത് പറയാറ്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യണ ചെറിയ ചേനയാന്ന് പറഞ്ഞു കേട്ടു അല്ലേ? ചെറിയല്ല, വലിയ ചേന വരിക അത്. പക്ഷെ നമ്മള് ചെറിയ ചെറിയ പീസ് വെക്കുക കാരണേ. അല്ല, കടയിലേക്ക് കൊടുക്കാൻ എളുപ്പമല്ല. പിന്നെ ആളുകൾ വിത്തിന് മേടിക്കുമ്പോഴും ഇപ്പൊ വിത്തിനാണെങ്കിലും നമ്മള് വലിയ ചേനയാണെങ്കിൽ മറ്റു വിറ്റ് പോകാൻ ബുദ്ധിമുട്ടാവും. കടയിലേക്ക് പറഞ്ഞ ചെറിയ ചെറിയ ചേനയാണിത്. 8-10 ഒക്കെ ചേന ആയി കഴിഞ്ഞാൽ ചിലപ്പോ അവര് ചേനക്ക് ക്ഷാമം ഉണ്ടിച്ചൊന്നും പറയില്ല. അല്ലെങ്കിൽ അവരിങ്ങനെ വലിയ ചേന എന്നൊക്കെയുള്ള പരാതി പറയും. ഉള്ളിലൊരു ഭീമനാണല്ല. ഒരു ചൂടിൽ ശരിക്കും ഞങ്ങൾക്ക് എന്തായാലും 10 കിലോ വരെയും കിട്ടും. 10 കിലോയോ? വളരെ ചെറിയ കപ്പയാണല്ലോ. 10 കിലോ ഉണ്ടാവും. 10 കിലോ ഉണ്ടാവും അല്ലേ അത്?